ശ്രീ പ്രശാന്ത്, ഇന്ത്യയിൽ വ്യാപകമായി കുടിയേറ്റം നടക്കുന്നുണ്ട്. ഒരു കാലത്ത് വളരെ ശക്തമായിരുന്നു. നമുക്കറിയാം, അതിലേറ്റവും കൂടുതലായിട്ട് പശ്ചിമ ബംഗാളിലാണ്. CPMൻ്റെ ഭരണകാലത്തത് വ്യാപകമായ രീതിയിലും നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിൽ ഉണ്ടാകുന്ന കുടിയേറ്റം ബംഗ്ലാദേശിൽ നിന്നാണ്. ബംഗ്ലാദേശ് ഇപ്പോൾ വളരെ സജീവമായ വിഷയം നിൽക്കുകയാണ്. ഈ സമയത്ത് ഈ ബംഗ്ലാദേശിൽ നിന്ന് ബംഗാളിലേക്ക് ഉണ്ടാകുന്ന കുടിയേറ്റം മമതാ ബാനർജി പറയുന്നത് അത് കേന്ദ്രസേന അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നു, അതിന് പിന്നിൽ കേന്ദ്രം പ്രവർത്തിക്കുന്നു എന്നാണ്. ഇതിനകത്ത് ഒരു രാഷ്ട്രീയമില്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഇതിനകത്ത് സാറ് കുടിയേറ്റം എന്ന് പറയുമ്പം നമ്മുടെ ഇന്ത്യയിലെ കുടിയേറ്റത്തിനും അല്ലെങ്കിൽ ആളുകളെ സ്വീകരിക്കുന്നതിനും നമ്മൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു നിയമം ഉണ്ടെന്ന് നരേന്ദ്രമോദി ലോകത്തോടും ഇന്ത്യക്കകത്തും പറയുമ്പോൾ ഈടതിനകത്ത് നിന്ന് ചൊറിയുന്ന ചില ആൾക്കാരുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് ശരിയാണെന്ന് ഇവർ പരോക്ഷമായിട്ട് സമ്മതിക്കുന്നില്ലെങ്കിലും ഇതിന് ഒത്താശ ചെയ്തു കൊടുത്ത ചില ആൾക്കാരുണ്ടല്ലോ, സപ്പോർട്ടുകാർ. ഈ എതിർക്കുന്നതാണല്ലോ ഈ പൗരത്വ ബില്ല് വന്നത്. പൗരത്വ ബില്ലും നമ്മുടെ ഈ രജിസ്റ്റർ ഉണ്ടല്ലോ, പൗരത്വ രജിസ്റ്റർ, അതിനെ എതിർത്ത് ഇപ്പം കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ കണ്ടോ കുടിയേറ്റത്തിന്റെ അപകടം എന്ന് വെച്ചാൽ ശരിയായ കുടിയേറ്റമല്ലത്തല്ലോ അപകടം. ജർമ്മനിയിൽ കണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ഒരു മാസം മുമ്പ്. ഇനി ഇത് ആസ്ട്രേലിയ സംഭവിക്കാൻ പോവുക. ബ്രിട്ടൻ എന്ന് പറയുന്ന ലോകത്തെ കീഴ്പ്പെടുത്തി വെച്ചിരുന്ന രാജ്യത്തിന്റെ നാളെക്കാലത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ട്രംപ് എന്നാൽ ഇതിനൊരു പരിധിയില്ല, കയറി പിടിച്ചു പോയില്ലേ സാറേ. ഇത്രയും ആൾക്കാരെ എവിടെ കൊണ്ട് മാറ്റും, എങ്ങോട്ട് കളയും, എന്ത് ചെയ്യും? നമ്മൾ മാറ്റും, കുടിയിറക്കും എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഇറക്കാൻ പറ്റും? ഇപ്പൊ തന്നെ ഇവിടെ നമ്മുടെ ഇതിനകത്ത് ഇപ്പൊ സാറ് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഉള്ള മരത്തിലൊക്കെ ഇത്തിൽ കണ്ണികൾ കയറി ആ മരം കൊണ്ടങ്ങ് പോവും. അതിനെയൊക്കെ ഒരു പരിധി ആദ്യമാണെങ്കിൽ പറ്റിപ്പിടിക്കുന്ന സമയത്ത് പറിച്ചുകളാം. ഇത് മൊത്തത്തിൽ വ്യാപിച്ചാൽ എന്ത് ചെയ്യാം? മൊത്തത്തിൽ കഴിഞ്ഞാൽ മരം വെട്ടി കളയാനൊക്കെ പിന്നെ എവിടാ വെട്ടുന്നേ? ആ മരമല്ലേ വെട്ടാൻ പറ്റൂ എന്ന് പറയുന്നവർക്ക് കുടിയേറ്റം വ്യാപിച്ചാൽ എന്ത് ചെയ്യും? പല രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളിൽ സംഭവിച്ചു കഴിഞ്ഞു. ഇന്ത്യയിൽ നമ്മൾ ഇത് സംഭവിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോഴാണ് പശ്ചിമ ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങൾ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ഭരണാധികാരി കാണിക്കുന്ന തോന്നിവാസം എന്ന് പറഞ്ഞാൽ ഇത് വളരെ കാലക്കൂട്ടി നടന്നിരിക്കുന്ന ഒരു സംഭവമാണ്. സാറ് പറഞ്ഞതുപോലെ CPMൻ്റെ കാലത്ത് 10-25 കൊല്ലം അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യമെന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് അവിടെ കോൺഗ്രസ് ഭരിച്ചിരുന്നത്. അവരുടെ കസ്റ്റഡിയിലാക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന കുടിയേറ്റക്കാർ, ബംഗ്ലാദേശിൽ നിന്ന് അവിടെ കയറുന്ന കുടിയേറ്റക്കാരിൽ കൂടുതലായിട്ടുള്ളത്, ബംഗ്ലാദേശിൽ കൂടുതലായിട്ടുള്ള ആരാ? മുസ്ലിങ്ങളാണ്. അപ്പോൾ മുസ്ലിം കുടിയേറ്റം അവിടുത്തെ പ്രശ്നങ്ങൾ കൊണ്ടും അവിടുത്തെ അല്ലെങ്കിൽ കാര്യങ്ങൾ കൊണ്ടും അവിടുത്തെ പട്ടിണി കൊണ്ടും ഇവിടെ കുടിയേറുന്നവന് അല്ലെങ്കിൽ അതിന് കുടിയേറ്റക്കാരെ കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രത്യേകം ചില ഗ്യാങ്ങുകളെ സെറ്റ് ചെയ്ത് ഇവരെ ഇവിടെ കൊണ്ടുവരികയായിരുന്നു. അതിർത്തി ഗ്രാമങ്ങളിൽ പണ്ട് കാശ്മീർ ഹിന്ദുക്കളെ പാലായനം ചെയ്യിച്ചതുപോലെ ഇവരെ കയറ്റിയിട്ട് ആരും ചെയ്യിക്കേണ്ട, ഇവരുടെ പ്രത്യേക സ്വഭാവമാണല്ലോ. ഇവരാൾക്കാരെ അടിച്ചോടിച്ചു, പല ഗ്രാമങ്ങളും അവരുടെ കയ്യിലായി. എന്നിട്ട് ഇത് മനസ്സിലാക്കാൻ ഗവൺമെൻറ്റിന് സാധിക്കുമ്പോൾ ഇവരുടെ കുടിയേറ്റം ഈ പറയുന്ന ചില ഗവൺമെൻറ് താല്പര്യങ്ങളുടെ ഭാഗമായിട്ട് വരുമ്പോൾ ഈ കുടിയേറ്റക്കാരെ ഓരോ ലോകസഭാ നിയമസഭാ മണ്ഡലത്തിലും അവർക്ക് ജയിക്കാൻ പ്രാപ്തമാകുന്ന രീതിയിൽ അവിടെ കൊണ്ട് കുടിയേറ്റി. അറിയാമോ? ഓരോ നിയമസഭാ മണ്ഡലത്തിൽ ഇത്ര വോട്ടുകൂടെ നമ്മുടെ ഭാഗമായിട്ട് നിന്നാൽ അവിടെ നമ്മൾ ജയിക്കും. ഇങ്ങനെയാണ് CPM അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഈ CPMൻ്റെ കയ്യിൽ നിന്ന് ഭരണം നഷ്ടപ്പെട്ടപ്പോൾ ആ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞപ്പോൾ ഇത് മൊത്തം കൂടെ മമതാ ബാനർജിയുടെ കയ്യിലായി. മമതയുടെ കയ്യിലെ പശ്ചിമ ബംഗാളിലത്തെ ഇപ്പോഴത്തെ അവസ്ഥ കേന്ദ്ര ഗവൺമെൻറ് എന്തുകൊണ്ട് ചെയ്യുന്നില്ലെന്ന് എനിക്കറിയില്ല. സാറേ, 6-7 ജില്ലകളിൽ മ്യാൻമറിലെ മുസ്ലിങ്ങളും ഈ പറയുന്ന ബംഗ്ലാദേശിലെ മുസ്ലിങ്ങളും മാത്രം കൈയടക്കി വെച്ചേക്കുക. ഈ മുസ്ലിങ്ങൾക്ക് അവിടെ വരുമ്പോൾ റേഷൻ കാർഡുണ്ട്, തിരിച്ചറിയ കാർഡുണ്ട്, ആധാർ കാർഡുണ്ട്, വ്യാജമായിട്ട് ഉണ്ടാക്കി കൊടുത്തേക്കാണ്. മത്സരിക്കുന്നുണ്ടായിരുന്നല്ലോ ഒരു സ്ത്രീ നേരത്തെ അവിടെ നിന്ന് മത്സരിച്ച് പരാജയം വന്നതല്ലേ കുടിയേറ്റക്കാരി. ഈ രീതിയിൽ ഈ ആൾക്കാരെ അവിടെ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഈ മമതാ ബാനർജി നമ്മൾ ഈ പറയുന്ന കണക്കല്ല, വ്യക്തിപരമായിട്ട് അഴിമതിക്കാരി അല്ലെങ്കിൽ പോലും അവർക്കൊരു അജണ്ടയുണ്ട്. അത് വളരെ ദീർഘകാലം മുമ്പ് ഞാനൊരു ഈ RSS നേതാവുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് കാര്യകാരണ സഹിതം എൻ്റെ അടുത്ത് അതിനെപ്പറ്റി ഒരു വിശദീകരണം നടത്തി. അവർ ഇന്ത്യയിലെ ഭരണത്തെയും അല്ലെങ്കിൽ ഇന്ത്യയെ ഒന്ന് മൊത്തത്തിൽ അംഗീകരിച്ചു പോകുന്നൊരു സ്ത്രീയല്ല. സാറ് ശ്രദ്ധിച്ചിട്ടുണ്ട് അവരുടെ രാഷ്ട്രീയത്തിനകത്ത് ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും അവസാനം അവിടെ ഏറ്റവും വലിയൊരു പ്രക്ഷോഭം നടന്നു. ഒരു ഡോക്ടറെ
പീഡിപ്പിച്ചു. അവർ അവരുടെ പാർട്ടിക്കാരെ അത് വെളിയിൽ വന്നു, പിടിച്ചു നിർത്താൻ പറ്റാത്തത്തോളം പ്രക്ഷോഭം വന്നു, ജനങ്ങൾ ഏറ്റെടുത്തു, അതിൻ്റെ പുറകെ BJP വന്നു. അവർ പറഞ്ഞൊരു വർത്തമാനം സാർ ശ്രദ്ധിച്ചായിരുന്നു, എന്നോട് കൂടുതൽ അങ്ങോട്ട് കളിക്കരുത് കേട്ടോ, ഇവിടെ പ്രക്ഷോഭം നടത്തുമ്പം ഞാനിവിടുന്ന് ഈ പ്രക്ഷോഭം പടർത്തി അങ്ങ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലേക്ക് വിട്ട് നിൻ്റെയൊക്കെ ഭരണം കളയുന്ന ഒരവസ്ഥ ഉണ്ടാക്കും. ഈ പ്രക്ഷോഭം അവിടുന്ന് ഞാൻ പടർത്തി ഇന്ത്യയിലുടനീളം അതൊരു പ്രക്ഷോഭമാക്കി ഇന്ത്യ മഹാരാജ്യത്തെ ഭരണത്തെ താഴെ ഇറക്കുമെന്ന് പറയാൻ പ്രാപ്തമായിട്ടൊരു ഭരണാധികാരി എന്ന് പറഞ്ഞാൽ അവരുടെ കസ്റ്റഡിയിൽ ആ പ്രക്ഷോഭം നടത്താൻ ആരൊക്കെ ഉള്ളതുപോലെയല്ലേ സാറിന് തോന്നിയത്? അതെ. അപ്പം അതിനാൾക്കാരെ ഉരുത്തിരിച്ച് വെച്ചതുപോലെയല്ലേ സാറിന് തോന്നി? എനിക്കങ്ങനെയാണ് തോന്നിയത്. അപ്പം ഇവർക്ക് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആവണമെന്ന് താല്പര്യമുണ്ട്. അതിനുവേണ്ടി ഇവർ പശ്ചിമ ബംഗാളിന് പുറത്തൊരു രാഷ്ട്രീയം കളിക്കാൻ നോക്കി ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ അസ്തമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവരുടെ അജണ്ട എന്ന് പറഞ്ഞാൽ പശ്ചിമ ബംഗാൾ വേണമെങ്കിൽ ഉരുത്തിരിച്ചൊരു രാജ്യമാക്കി അവിടുത്തെ പ്രധാനമന്ത്രി ആയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം വളരെ കേൾക്കുന്നവർ ഇയാളെന്തോ പറയുന്നത് വളരെ കൃത്യമായിട്ട് അവരുടെ മനസ്സിലുള്ള ഒരു മോട്ടിവേഷൻ തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ അഭയാർത്ഥികൾ കയറുന്നതിനകത്ത് അവർക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നതെന്ന് പറയും. ഇപ്പോൾ കയറുന്ന അഭയാർത്ഥികൾ ആരാന്നറിയോ? അവിടുത്തെ പീഡനം അനുഭവിക്കുന്ന ഹിന്ദുക്കളാണ്. അവരവിടെ താല്പര്യത്തിനനുസരിച്ച് ഒരു പ്രത്യേക സെറ്റപ്പിൽ അവിടെ ഈ മുസ്ലിങ്ങളെ സെറ്റ് ചെയ്ത് എല്ലാ നിയമസഭ മണ്ഡലങ്ങളും ലോക്സഭ മണ്ഡലം അവർക്ക് പ്രാപ്തമാക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പം എലക്ഷൻ നടക്കുമ്പോൾ എലക്ഷൻ നേരാൻ വണ്ണം ജനാധിപത്യ സംവിധാനത്തിൽ കൂടി നടക്കുന്ന ഒറ്റ സംസ്ഥാനമായിട്ട് നമുക്ക് ആദ്യം എടുത്ത് പറയുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. സാറിനറിയോ, അവിടെ കേന്ദ്രസേന ഇറങ്ങിയാൽ അതിന് വേണ്ട അനുവദനീയമില്ല. ഇലക്ഷൻ സമയത്ത് അവരുടെ പോലീസിനെ തന്നെ വെച്ചിട്ട് ഇതുപോലെ ഗുണ്ടാ സെറ്റപ്പ് ഭയങ്കരമാണ്. മാന്യമായിട്ട് വോട്ട് ചെയ്യാൻ ആൾക്കാർക്ക് പറ്റുന്ന രീതിയിലേക്കല്ല അവിടുത്തെ ഇലക്ഷനുകളൊന്നും നടക്കുന്നത്. സാറ് ഇന്ന് പശ്ചിമ ബംഗാളിൽ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ സാർ വിചാരിച്ച് നോക്കിയോ, അവർക്ക് ബോധ്യമില്ലാത്ത വോട്ട് ആ പ്രദേശത്തുണ്ടെങ്കിൽ നമ്മൾ വെളിയിൽ നിന്നുള്ള ആൾക്കാരാണെങ്കിൽ തന്നെ ഒരാഴ്ച മുമ്പ് വന്ന് പറയും നിങ്ങൾ മാറിക്കോളാൻ പറയും, ഇല്ലെങ്കിൽ അവരെ അടിക്കും, ഓടിക്കും. അതായത് പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ട് അതുപോലെ അവർക്ക് താല്പര്യമുള്ള വോട്ടുകൾ 12 മണി വരെ ചെയ്യും. ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും അവർക്ക് ബോധ്യമില്ലാത്ത വോട്ടുകൾ തലേന്ന് വന്നിട്ട് കാർഡുകൾ കളക്ട് ചെയ്യും. കാർഡ് അറിയാമല്ലേ, ഈ ഇലക്ഷൻ ഐഡൻറ്റി കാർഡ് കളക്ട് ചെയ്ത് ചോദിച്ചു നോക്കിയോ, ഇലക്ഷൻ ഐഡൻറ്റി കാർഡ് കളക്ട് ചെയ്ത് രാവിലെ ഇത് കൊടുക്കാത്ത ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന ആൾക്കാരെങ്കിൽ രാവിലെ ഇലക്ഷൻ സമയത്ത് അവിടെ ഭയങ്കര കലാപം ഉണ്ടാക്കും. അപ്പം മാന്യമായിട്ടുള്ളവർ വീട്ടിൽ ഇരിക്കുന്നവർ പറയും അവിടെ ഭയങ്കര അടി നടക്കുന്നു, വെടിവെപ്പ് നടക്കുന്നു, അടി നടക്കുന്നു, പോകത്തില്ലല്ലോ. അവരുടെ ആൾക്കാർ മാത്രം വന്ന് വോട്ട് ചെയ്യും. അവരുടെ ഭാഗമായിട്ടിരിക്കുന്നവർക്ക് മാത്രം വോട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതുകൊണ്ടാണ് ഇപ്പോൾ കുറേ കാലം കൊണ്ട് അവിടെ അവർ മാത്രം ജയിക്കുന്നത്. അവർ ജയിക്കത്തില്ല എന്ന് പറയുമ്പോഴും ഇലക്ഷൻ കഴിയുമ്പോൾ കഴിയുമ്പോൾ ജയിക്കുന്നു പറഞ്ഞാൽ ഇവരുടെ ഭാഗമായിട്ട് ഇരിക്കുന്നത്. അതിനുശേഷം ഇവരുടെ ഭാഗമല്ലാത്ത ബോധ്യമില്ലാത്ത വോട്ടുകൾ കളക്ട് ചെയ്ത് അവർ വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം. സാറേ, വോട്ട് ചെയ്യുന്നത് ഇപ്പം വോട്ടിംഗ് യന്ത്രത്തിലാണെങ്കിലും ഒരാളിരുന്ന് വോട്ട് ചെയ്താൽ പോരെ. ID പ്രൂഫ് നോക്കുമ്പോൾ അതിനകത്ത് അല്ലെങ്കിൽ തിരിച്ചറിയൽ നമ്പർ എഴുതി വെച്ചാൽ പോരെ. ഉദ്യോഗസ്ഥന്മാർ മൊത്തം അവരുടെ ഇല്ലേ. ഇതാണ് പശ്ചിമ ബംഗാളിൽ കുറേ കാലം കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ ഇപ്പം കുടിയേറ്റം നടന്നാൽ, ഇപ്പം കുടിയേറ്റം നടക്കുന്ന ഹിന്ദുക്കളായാൽ ഈ ഹിന്ദുക്കൾ ഇവിടെ സംശയിക്കും. ഈ ഹിന്ദുക്കൾ അവിടെ കയറി വന്നാൽ എൻ്റെ ഭാഗമായിട്ട് നിൽക്കണമെന്നില്ലല്ലോ. ഇവർ നാളെ കാലത്ത് BJPയുടെ ഭാഗമായിട്ട് നിന്നാലോ എൻ്റെ കയ്യിൽ നിന്ന് ഈ സംവിധാനം പോത്തില്ലേ, അല്ലെങ്കിൽ ഈ സംസ്ഥാനം പോത്തില്ലേ. നാളെ കാലത്ത് ഈ സംസ്ഥാനത്തിലെ ഭരണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇതുപോലെ തീവ്ര ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് ഒരു കലാപം ഉപയോഗിച്ച് എനിക്കൊരു രാജ്യം തന്നെ സൃഷ്ടിക്കാൻ പ്രാപ്തമാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയ സംവിധാനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന് തടസ്സമാകുന്ന രീതിയിലേക്ക് ഒരു പാലായനവും ഒരു കുടിയേറ്റവും ഞാൻ ആഗ്രഹിക്കാത്ത ആൾക്കാർ ഇവിടെ കയറി വന്നാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ള തോന്നലുകൊണ്ട് ഇപ്പോൾ കുടിയേറ്റത്തിൻ്റെ കുറ്റം പറയുന്നതെന്നാണ് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് പറയുന്നത് കേന്ദ്രം അനുവദിച്ച് എൻ്റെ രാജ്യത്തേക്ക് ആൾക്കാരെ കയറ്റിവിടുന്നു. കേന്ദ്രം എന്തിനാ അനുവദിക്കുന്നത്? അനധികൃത കുടിയേറ്റത്തിന് ഇന്ത്യ മഹാരാജ്യം എതിരാണല്ലോ. ഇന്ത്യ മഹാരാജ്യത്തെ ഭരണാധികാരികൾ പശ്ചിമ ബംഗാൾ ഇന്ത്യയുടെ ഭാഗമാണല്ലോ, മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമാണല്ലോ, കേരളം ഇന്ത്യയുടെ ഭാഗമാണല്ലോ, ഇവിടുത്തെ നമുക്കറിയാവുന്ന സംസ്ഥാനങ്ങളെല്ലാം ഇന്ത്യയുടെ ഭാഗമാണല്ലോ. അതിനകത്ത് എൻ്റെ ഒരു സംസ്ഥാനം എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അതിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായമുള്ളതും അതിനുവേണ്ടി ശ്രമിക്കുന്നതും എനിക്കൊരു രാജ്യം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതും മമതാ ബാനർജിയേ ഉള്ളൂ. അപ്പം അതിൻ്റെ ആ വർത്തമാനത്തിൻ്റെ ആ കുടിയേറ്റത്തിൻ്റെ ഒക്കെ അർത്ഥം BSFുകാർ, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സുകാർ എൻ്റെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നത് എന്ത് മര്യാദയുടെ സംസാരം ഒരു പലഘട്ടങ്ങളിൽ സംസാരിക്കുന്നത്. കോടതികൾ ആ സംവരണത്തിനെ പറ്റി പറയുമ്പോൾ ഞാനിവിടെ നേരത്തെ കോടതി പറഞ്ഞില്ലേ നിങ്ങളുടെ സംവരണം അനാവശ്യമാണ്, നിങ്ങളുടെ സംവരണം ഭരണഘടനാ വിരുദ്ധമാണ്, നിങ്ങൾ കൊടുത്തിരിക്കുന്ന മുസ്ലിം സംവരണം നിങ്ങളുടെ താല്പര്യത്തിനനുസൃതമാണ്, അത് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ അവർ കോടതിയോട് പറയാം ഞാൻ ഇഷ്ടം പോലെ ചെയ്യുന്നു. എങ്ങനെ ഇരിക്കുന്നു? അത് പറയണമെങ്കിൽ അത് ഇന്ത്യ മഹാരാജ്യത്തെ സംവിധാനങ്ങളെ അംഗീകരിക്കുന്നില്ലെന്നല്ലയോ. ഇന്ത്യ മഹാരാജ്യത്തിലെ സംവിധാനങ്ങളെ ഞാൻ അംഗീകരിക്കുന്നില്ലെന്ന് ഇന്ത്യക്കകത്ത് നിന്ന് ഉറക്കെ പറയുമ്പോൾ നാളെ കാലത്തെ ഞാൻ ഇന്ത്യയുടെ ഭാഗമല്ലെന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ പറയാനൊക്കത്തുള്ളൂ. ശരിയല്ലേ സാറിന്? എനിക്ക് മനസ്സിലാവുന്ന ഏതാ
അവസരം കിട്ടിയാൽ ബംഗ്ലാദേശിനെ ഉൾപ്പെടെ കൂട്ടുപിടിച്ചൊരു രാജ്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഒരു ഭരണാധികാരികളുടെ ലിസ്റ്റിൽ ആദ്യം എഴുതേണ്ട പേര് ഈ പറയുന്ന പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജിയുടേതാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ പലായനത്തിൻ്റെ സമയത്ത് ആദ്യം പറഞ്ഞു, അയ്യോ ഇവിടെ പലായനം വരുന്നു, ബംഗ്ലാദേശ് വിഷയമുണ്ട്. ആ പലായനത്തിനകത്ത് വരുന്നത് ഹിന്ദുക്കളാവുമ്പോൾ അവർക്ക് താല്പര്യമുള്ള ആൾക്കാരല്ലാതാകുമോ എന്ന് ഭയന്നിട്ടാണ്. നമ്മൾ വിചാരിച്ചു ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ടാണ്, അതാവാൻ സാധ്യതയില്ല. ഇന്ത്യയെ വളരെ കൃത്യമായിട്ട് നിരീക്ഷിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ അവിടെ ഉണ്ടായില്ലെങ്കിൽ, ആ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഒരു ഭീകരൻ വന്ന് 5 മണിക്കൂർ ചർച്ച ചെയ്തിട്ട് പോയെന്ന് ഒരു വിവരം നമുക്ക് മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള അവസരങ്ങളുണ്ടാവും. അവരെ കൊണ്ട് ആ രാജ്യം ഉരുത്തിരിച്ചെടുക്കുന്നതിന് അവർക്ക് ബോധ്യമുള്ള ഒരു സമയം വന്നാൽ ഒരു കലാപം ഓപ്പറേറ്റ് ചെയ്ത് അതിനും ശ്രമിക്കാത്ത ഒരു സ്ത്രീയാണ് മമതാ ബാനർജി എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഏതായാലും കേന്ദ്രം ഇതൊക്കെ നിരീക്ഷിക്കുന്നുണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത്തരത്തിലുള്ള ഒരു ഭരണാധികാരിയാണ് കേന്ദ്രത്തിൽ ഇരിക്കുന്നത്. ഏതായാലും അവരുടെ ഉദ്ദേശവും അവരുടെ ലക്ഷ്യവും അവരുടെ പോക്കുമൊക്കെ ഇതാണ് സൂചിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.